ജുഹു ബീച്ചിലെ കാഴ്ചകൾക്ക് ശേഷം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു നമ്പർ 1 ഐക്കോണിക് സ്പോട്ടിലേക്കാണ്. സിനിമ ലവേഴ്സ്, സിനിമാ പ്രവർത്തകർ, അഭിനേതാക്കൾ, സ്റ്റാർസ് എല്ലാവരും വരുന്ന ഒരു ലൊക്കേഷൻ ആയിരുന്നിട്ട് കൂടിയും അതിൻ്റെ എൻട്രൻസിന് യാതൊരുവിധ അട്രാക്ഷനും ഇല്ലല്ലോ എന്നുള്ളത് എന്നിലും ഒരു ആശ്ചര്യമുളവാക്കി. ലുക്കിലല്ല കാര്യം, അതിൻ്റെ കണ്ടൻറ്റിലും അതിൻ്റെ ലെഗസിയിലുമാണ് കാര്യം എന്നുള്ളത് പൃഥ്വി തിയേറ്റർ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി. ദ ഗ്രേറ്റ് ലെജൻഡ് പൃഥ്വിരാജ് കപൂറിൻ്റെ സ്മരണാർത്ഥമാണ് തിയേറ്ററിന് പൃഥ്വി തിയേറ്റർ എന്ന് പേര് നൽകിയിരിക്കുന്നത്. തിയേറ്റർ എന്ന് കേൾക്കുമ്പോൾ ഇവിടെ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. പക്ഷേ ഇവിടെ വരുന്നതെല്ലാം ഗംഭീര പ്ലേസാണ്, അല്ലെങ്കിൽ നാടകങ്ങളാണ്. ഇപ്പോഴും നാടകത്തിനെ ജീവനോടെ പിടിച്ചു നിർത്തുന്നതിൽ ഒരു വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് ഈ പൃഥ്വി തിയേറ്റർ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വരുന്നവരൊക്കെ, പ്രത്യേകിച്ച് തിയേറ്ററിലേക്ക് വരുന്നവരൊക്കെ അല്പം ബുദ്ധിജീവികളാണ്. ഒരുപാട് ഫ്രീക്കന്മാർ അല്ലെങ്കിൽ യോയോ സ്റ്റൈലിൽ എത്തുന്നവർക്കൊന്നും, ആ ഒരു ടേസ്റ്റിലുള്ളവർക്കൊന്നും പൃഥ്വി തിയേറ്റർ ഒരു പ്രിയ ലൊക്കേഷൻ ആകണമെന്നില്ല. പൃഥ്വി കഫേയോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഒരു ബുക്ക് സ്റ്റാളും നമുക്ക് കാണാം. ഇത് വരുന്നവരിൽ ഒരു നല്ലൊരു ശതമാനം അത് വാങ്ങാൻ വരുന്ന റിയൽ ബയേഴ്സും കൂടിയാണ്. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, പൃഥ്വി തിയേറ്റർ 1978 നവംബർ 5 ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. GP ദേശ്പാണ്ഡെ എഴുതിയ ഉദ്വസ്ത ധർമ്മശാല എന്ന നാടകമാണ് പൃഥ്വി തിയേറ്ററിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച നാടകം. അതിൽ അഭിനേതാക്കളായിട്ട് എത്തിയത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരായ അല്ലെങ്കിൽ സുപരിചിതരായ നസ്രുദ്ദീൻ ഷാ, ഓം പുരി എന്നിവരൊക്കെയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ തിയേറ്ററിൽ നാടകം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ടിക്കറ്റ് എടുത്തവരാണെങ്കിൽ കൂടിയും അല്ലെങ്കിലും ആരെയും അതിൻ്റെ അകത്തേക്ക് പിന്നെ പ്രവേശിപ്പിക്കുകയില്ല. കാരണം അങ്ങനെ ആരെങ്കിലും ഇടയ്ക്ക് വന്ന് കയറിയാൽ നാടകം നടത്തുന്നവർക്കും കാണുന്ന കാണികൾക്കും ഒരുപോലെ ഡിസ്റ്റർബൻസ് ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു കാര്യം സ്ട്രിക്റ്റായിട്ട് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളവിടെ ചെന്ന സമയത്ത് ഒരു തിയേറ്ററിൽ നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് തിയേറ്ററുകളിൽ അടുത്ത നാടകത്തിനുള്ള റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് ഈ തിയേറ്ററുകളിൽ ഒന്ന് കാണാൻ പോലും നമുക്ക് എൻട്രി അവർ അനുവദിച്ചില്ല. അനുപം ഖേർ മുതലായിട്ടുള്ള വലിയ വലിയ താരങ്ങൾ ഇവിടുത്തെ സ്ഥിരം സന്ദർശകരാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഏതോ ഒരു നാടക സമയത്ത് ഏതോ ഒരു കോർണറിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ രൺബീർ കപൂറിനെയും ഇവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പൃഥ്വി തിയേറ്റർ ഏത് ലെവലിലുള്ള ഒരു സാധനമാണ് എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ പൃഥ്വി കഫേയും വർക്ക് ചെയ്യുന്നത്. ചെറിയൊരു ചായക്കട പോലെ തുടങ്ങിയ സംഭവമാണ്. സിനിമ ലവേഴ്സ് വരുമ്പോൾ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർ വരുമ്പോൾ അവർക്ക് ചായ കുടിക്കാനായിട്ട് തുടങ്ങിയ ചെറിയൊരു ചായക്കട, അതാണ് പിന്നീട് അല്പാൽപ്പം വളർന്ന് ഇപ്പോൾ ഇത്രയും തിരക്കായിട്ട് നമ്മൾ കാണുന്ന ഈ പൃഥ്വി കഫേ എന്ന ഒരു ഗംഭീര റെസ്റ്റോറൻ്റായിട്ട് തന്നെ മാറിയിരിക്കുന്നത്. നമ്മൾ ഉച്ചയ്ക്ക് ഒരല്പം ലേറ്റായിട്ടാണ് ചെന്നതുണ്ടെങ്കിൽ കൂടിയും എല്ലാ ടേബിളുകളും അവിടെ ഫില്ലായിരുന്നു. ഒരുപാട് പേര് കഴിക്കാനായിട്ട് അവിടെ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളുടെ ഊഴം വരുമ്പോൾ ടേബിളുകൾ കാലിയാകുന്നതിനനുസരിച്ച് നമ്മളെ വിളിച്ച്, അവർ ഫോണിൽ വിളിച്ച് നമ്മളെ അറിയിക്കും. നമ്മൾ ടേബിൾ കാണിച്ചു തരും. നമ്മൾ അവിടെ ചെന്നതിന് ശേഷം അവിടെ QR കോഡ് വെച്ചിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാവുന്നതാണ്. നമ്മൾ മുംബൈയിൽ വന്നിട്ട് ഒരുപാട് തരത്തിലുള്ള ഫുഡ് കഴിച്ചു എന്നുണ്ടെങ്കിലും മുംബൈയിലെ പ്രസിദ്ധമായ ബിരിയാണി എങ്ങനെയുണ്ട് എന്നറിയാനുള്ള ഒരു താല്പര്യം കൂടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് പൃഥ്വിരാജ് കഫേയിലെ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നുണ്ടെങ്കിലും 3 ബിരിയാണി വാങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ലാവിഷായിട്ട് കഴിക്കാനുള്ള സംഭവം അതിലുണ്ടായിരുന്നു. 3 വെറൈറ്റി ഡിഫറെൻറ്റ് ടേസ്റ്റുകളുള്ള ബിരിയാണി തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തത്. അതിൽ 1 വെജ് ആയിരുന്നു. ഇവിടെ എന്നെ ഇഷ്ടപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ലഭിക്കുന്ന പ്ലേറ്റുകൾ, ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ ഒറിജിനൽ ഇല ഉണക്കിയെടുത്ത് അല്ലെങ്കിൽ സംസ്കരിച്ച് അത് പ്രസ് ചെയ്ത് ഉണ്ടാക്കിയ പ്ലേറ്റുകളാണ്. എന്തൊക്കെ പറഞ്ഞാലും ബിരിയാണി നല്ല ഗംഭീര ബിരിയാണി ആയിരുന്നു. എനിക്കും വൈഫിനും എൻ്റെ സുഹൃത്തിൻ്റെ ഫാമിലിക്കും എല്ലാവർക്കും ബിരിയാണി നല്ല പോലെ തന്നെ ഇഷ്ടമായി. മനസ്സും വയറും നിറഞ്ഞു. ജുഹു ബീച്ചിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നു വന്നതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയായിരിക്കാം ബിരിയാണി നമുക്ക് വളരെ സ്വാദിഷ്ടമായിട്ട് തന്നെ അനുഭവപ്പെട്ടത്. മുംബൈ വീഡിയോസിലെ നമ്മുടെ തൊട്ട് മുൻപത്തെ വീഡിയോ ഈ ജുഹു ബീച്ചിലെ കാഴ്ചകളാണ്. അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയും കണ്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മളെ അറിയിച്ചാൽ വളരെ സന്തോഷം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അഥവാ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വിശേഷവുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.